ഇസ്രയേൽ ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് തുർക്കിയുടെ പ്രസിഡന്റായ റിസബ് തായിബ് എർദോഗൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും രീതിയിൽ ഇസ്രയേലിൽ നിന്നും ലംഘനമുണ്ടായാൽ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. ഇത് ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധിയായി കഴിഞ്ഞിരിക്കുന്നു. എത്ര മനുഷ്യരുടെ ജീവനാണ് ഇതിനോടകം തന്നെ പൊലിഞ്ഞത്. 67,000-ഓളം മനുഷ്യജീവൻ അവിടെ വലിയ തോതിൽ നഷ്ടമാകുമ്പോഴും ഞങ്ങൾ പലതും കടിച്ചു പിടിച്ചു നിന്നു. ഇനി ഗൾഫ് രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റും സമാധാന പാതയിലേക്ക് പോകുന്നില്ല, അവരെ പോകാൻ അനുവദിക്കില്ല എന്ന് ഇസ്രയേൽ ശാഠ്യം പിടിച്ചാൽ ഞങ്ങൾ മറ്റു വഴികൾ ആരംഭിക്കും എന്ന് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ് തുർക്കിയുടെ പ്രസിഡന്റ്. നേരത്തെ ഈ കാര്യങ്ങൾ തന്നെയാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റും വ്യക്തമാക്കിയത്. അറബ് രാജ്യങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കുകയാണ്. ഈജിപ്തിനോട് കാര്യങ്ങൾ വിശദീകരിച്ച് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു, ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു തെമ്മാടിത്തരവും ഉണ്ടാകില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ട്രംപ് രോക്ഷാകുലനാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് മനസ്സിലായത്, ട്രംപ് അവിടെ സമാധാന ചർച്ചകൾ ആരംഭിച്ചെങ്കിലും ഇസ്രായേൽ സമയബന്ധിതമായി ആ നടപടികൾക്ക് വഴങ്ങാത്തതാണ് തൻ്റെ നോബൽ പുരസ്കാരം, സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നഷ്ടപ്പെടാൻ കാരണമെന്നാണ് ട്രംപ് വൃത്തങ്ങൾ പറയുന്നത്. വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ കടുത്ത അതൃപ്തിയുമായി വരികയായിരുന്നു. ട്രംപിന് ഇക്കുറി ലഭിക്കേണ്ടതായിരുന്നു എന്ന രീതിയിൽ തള്ളിമറിക്കുകയാണ് വാഷിങ്ടൺ ചെയ്യുന്നത് മുഴുവൻ. ഒന്ന് ആലോചിക്കൂ, എർദോഗനും അതുപോലെ അറബ് രാജ്യങ്ങളും മാത്രമല്ല, ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഹമാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചകൾ ലോകമെമ്പാടും വ്യാപിക്കുകയാണ്. സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈജിപ്തിൽ നടക്കുന്ന ചർച്ചകളിൽ UK പ്രധാനമന്ത്രിയായ കെയർ സ്റ്റാർമർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, UN സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസും ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. രണ്ട് വിഷയങ്ങളിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ അസ്വസ്ഥതയുള്ളത്. ഇസ്രയേൽ പറയുന്നത് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല, അവർ തെമ്മാടികളും അഹങ്കാരികളുമാണ്. ഏതൊക്കെ രീതിയിൽ അവർ നിയമലംഘനം നടത്തുമെന്ന് നമുക്കറിയാൻ കഴിയില്ല. ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത് അവരിലെ ബന്ധുമിത്രാദികളായിട്ടുള്ളവരെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഹമാസിൻ്റെ കയ്യിൽ നിന്ന്. ഏതൊക്കെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ചാരസംഘടനയുടെ സഹായമായിക്കോട്ടെ മറ്റ് പല സംവിധാനങ്ങളായിക്കോട്ടെ ഒരുപാട് നോക്കിയിട്ടും മഷിയിട്ട് നോക്കിയിട്ടും ഇസ്രയേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ, അതായത് ബന്ദികളാക്കപ്പെട്ട ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരുടെ ഒരു പൊടി പോലും കിട്ടിയില്ല എന്നുള്ളത് ഇസ്രയേലിനെ ആകപ്പാടെ നാണം കെടുത്തിയ ഒരു വിഷയമാണ്. ഇത്രയൊക്കെ കൊന്ന് കൊലവിളിച്ചിട്ടും ഇസ്രയേലികൾക്ക് ആകപ്പാടെ നാണക്കേട് ഉണ്ടാക്കിയ വിഷയമാണ്. ഹമാസിനെ തീർത്തു എന്നും ഹമാസിനെ തച്ചുടച്ചു എന്നും ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂതി വിമതരുമൊന്നും ഇനി നിലം തൊടില്ല എന്നും ഒക്കെ വെറുതെ കാച്ചിയ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു മനസ്സിലാക്കിയിരിക്കുന്നു. തങ്ങൾക്ക് പലയിടത്തും കണക്കൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. ഇനി കൂടുതൽ യുദ്ധം അതിലേക്ക് പോയാൽ ഇസ്രായേലിൽ നിന്നും എണ്ണം കുറയും. അവരുടെ ജനസംഖ്യയെ നിറയൊഴിച്ച് കൊലപ്പെടുത്താൻ തയ്യാറായി തന്നെ ലോകരാജ്യങ്ങളിൽ പലരും നിൽപ്പുണ്ട് എന്ന് ഇസ്രായേലിനറിയാം. വെടിനിർത്തൽ ലംഘനത്തിൽ താൽക്കാലികമായി ഒപ്പിട്ട് പിൻവാതിൽ കൂടെ പല ചെറ്റത്തരങ്ങളും കാണിച്ചു കൂട്ടാമെന്നതാണ് നെതന്യാഹുവിൻ്റെ ചിന്താഗതി. അത് നന്നായി അറിയുന്ന രാജ്യങ്ങൾ കൃത്യമായി ഓങ്ങി വെച്ചിരിക്കുകയാണ്.